പല സ്റ്റുഡൻസിനുമുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് എക്സാമിൻ്റെ സമയത്ത് സമയം തികഞ്ഞില്ല എന്നുള്ളത്. നമുക്കതെങ്ങനെ പരിഹരിക്കാം? നിങ്ങൾ അതുവരെ എക്സാമിൻ്റെ സമയം വരെ എന്തൊക്കെ പഠിച്ചു, നിങ്ങൾ ആരെ ഏറ്റവും കൂടുതൽ പഠിച്ചു, ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റെലവൻ്റ് ആയിട്ടുള്ള കാര്യം ആ 3 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ പേപ്പറിൽ എന്ത് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചു. ഇതാണ് നിങ്ങൾ പാസ്സാവുമോ ഫെയിൽ ആവുമോ എന്ന് തീരുമാനിക്കുന്നത്. സോ അത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ എക്സാമിൻ്റെ സമയത്ത് വന്നിട്ട് പ്ലാൻ ചെയ്യരുത് ഞാൻ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ആദ്യം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ നല്ലൊരു ധാരണ നേരത്തെ ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ ഞാൻ 10 മാർക്കിൻ്റെ ആണോ 5 മാർക്കിൻ്റെ ആണോ 3 മാർക്കിൻ്റെ ആണോ ഏറ്റവും ആദ്യം അറ്റൻഡ് ചെയ്യുക, ആ ഒരു പ്ലാനിങ് നേരത്തെ ചെയ്തിട്ട് വരിക. ഓരോ ക്വസ്റ്റിന് നിങ്ങൾ എത്ര സമയം നിങ്ങൾ കൊടുക്കും, ഇതൊക്കെ ആ സമയത്ത് എഴുതണോടത്തോളം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഒരു ടൈം ലിമിറ്റ് വേണം. ഒരു ചോദ്യത്തിന് നിങ്ങൾ കൂടുതൽ സമയം എടുത്താൽ അത് മറ്റൊരു ചോദ്യത്തിൻ്റെ സമയമാണ് അവിടെ കുറയുന്നത്. അപ്പോൾ എക്സാം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് മുഴുവനും എഴുതി വെക്കാനുള്ള ഒരു സമയമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ടൈം അലോട്ട് ചെയ്ത് കൊടുക്കുക. ഓരോ ക്വസ്റ്റിനും ഇത്ര സമയം. ഇപ്പോൾ ഒരു 3 മണിക്കൂറാണ് ഉള്ളതെങ്കിൽ ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്ത് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യും. ബാക്കി 3/4 മണിക്കൂർ കൊണ്ട് 3 മാർക്ക് കംപ്ലീറ്റ് ചെയ്യും. ബാക്കി 3/4 മണിക്കൂർ കൊണ്ട് 10 മാർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഞാൻ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു രീതി ടൈം ലിമിറ്റ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാം. ഈ 1.5 മണിക്കൂറിൽ തന്നെ ഓരോ ചോദ്യത്തിനും എത്ര മാർക്കല്ല എത്ര സമയം അലോട്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ 1.5 മണിക്കൂർ എന്നുള്ളത് ഓരോ ക്വസ്റ്റിന് എത്ര സമയം പോകുന്നുള്ളത് ഡിവൈഡ് ചെയ്തെടുക്കുക. ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ചോദ്യമായിരിക്കണം. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യമാണ്. പിന്നെ അൺനെസസറി ആയിട്ട് ഒരിക്കലും സ്പേസ് ഇടരുത്. അത് നിങ്ങൾക്ക് പിന്നീട് ടെൻഷൻ ആവുകയും ചെയ്യും. എക്സാമിനറിന് നിങ്ങളൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് അല്ല എന്ന് നിങ്ങൾ ഇൻഡയറക്റ്റ്ലി പറയാണ്. അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം ഗ്യാപ്പ് ഇടുക. അത് ഡെഫിനറ്റായിട്ട് എഴുതി ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.